ഒരു ബസ്സിൽ ഇൻഷർട്ട് ചെയ്തിട്ട് ബാഗും തൂക്കിയിട്ട് ഒന്നെങ്കിൽ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരികയോ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അറിയാതെ അയാളുടെ സൈഡ് പ്രൊഫൈലിൽ നിന്നും ഒരു പെൺകുട്ടി മൊബൈലിൽ വീഡിയോ എടുക്കുന്നു. ആ വീഡിയോയിൽ വ്യക്തമായി നമുക്ക് കാണാം ആ പെൺകുട്ടിയുടെ എത്രയോ മാറിയാണ് അയാൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ ആ വീഡിയോ തിരിച്ച് പുറകിൽ അയാളുടെ ബാക്ക് പ്രൊഫൈലിൽ നിന്ന് ആ വീഡിയോ അവൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും ആ ഒരു ബസ് ഏതൊരു സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ബിക്കോസ് ആ ബെല്ലടിക്കുന്ന ശബ്ദം നമുക്ക് വ്യക്തമായി അതിനകത്ത് കേൾക്കാം. ആ സമയത്ത് ആ മനുഷ്യൻ തിരിഞ്ഞു നിൽക്കുകയും അയാളുടെ പുറകിൽ കൂടി അവൾ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി. അത് കഴിഞ്ഞിട്ട് അയാൾ നിൽക്കുന്ന പോർഷനിലോട്ട് അവൾ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലേക്ക് അവളാണ് മൂവ്മെന്റ് ചെയ്യുന്നത്. ആ സമയത്ത് അയാൾ ബാഗ് എടുക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. ബാഗ് എടുക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അയാളുടെ കൈ സ്വാഭാവികമായിട്ടും അവൾ ആ കുട്ടിയുടെ ദേഹത്ത് മുട്ടിയതല്ല, അവൾ അമ്മിഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ മുട്ടിച്ചതാണ്. അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും ആ വീഡിയോയ്ക്കകത്ത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ആ മനുഷ്യൻ മുട്ടിച്ചതാണെന്ന് പറഞ്ഞ് എടുത്ത് വീഡിയോ പുറത്തുവിടുകയും വൈറലാവാൻ നോക്കുകയും ചെയ്തു. എന്തുപറ്റി? ഒരു മനുഷ്യന്റെ ജീവൻ പോയി, അയാൾ ആത്മഹത്യ ചെയ്തു. ഒരു മനുഷ്യൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സ് എന്തുമാത്രം തകർന്നിട്ടുണ്ടാവണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒറ്റ ഒരു കഴിവേറിയ അലവലാതി കാരണം ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇനി ബസ്സിൽ യഥാർത്ഥമായി ഒരു സംഭവം ഒരു പെൺകുട്ടിക്കെതിരെ മോശമായി ലൈംഗികാതിക്രമം നടന്നാൽ ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ സംസാരിക്കാനോ ഒന്നും ഒരാളുടെ പറയാനോ പറ്റില്ല എന്നുള്ളതാണ്.